ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കമ്പ്യൂട്ടറിൽ നിന്നും ഫയലുകൾ വളരെ ഈസി ആയിട്ട് നമ്മളുടെ മൊബൈലിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ അതിനായിട്ട് ഒരു വെബ്സൈറ്റ് ആണ് യൂസ് ചെയ്തത്. അതേപോലെ നമ്മളുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഫയലുകൾ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ പെൻഡ്രൈവിലൂടെയും അല്ലെങ്കിൽ SD കാർഡിലൂടെയും ഒക്കെ നമ്മൾ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വൈഫൈ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നിന്നും ഫയലുകൾ എങ്ങനെയാണ് മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായിട്ട് ആദ്യമായി നമുക്ക് ചെയ്യാനുള്ളത്, ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കി അതിൽ പോർട്ടൽ pushbullet.com എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആക്കുകയാണ് ചെയ്യേണ്ടത്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആൻഡ്രോയിഡ് അതേപോലെ തന്നെ ഐഫോൺ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആൻഡ്രോയിഡിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ ഐഫോണിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനും ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ മറ്റൊരു QR കോഡ് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ക്വിക്ക് റെസ്പോൺസ് കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഉപയോഗിച്ചാണ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഫയലുകൾ നമ്മൾ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്വിക്ക് റെസ്പോൺസ് കോഡ് ഉപയോഗിച്ച് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഫോട്ടോകൾ, അതേപോലെ മ്യൂസിക്, വീഡിയോകൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മളുടെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇനിയും അതിനായിട്ട് മൊബൈലിൽ ആദ്യമായി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. പോർട്ടൽ വൈഫൈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നമ്മളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇവിടെ നിന്നും ഓപ്പൺ ആക്കിയാണ്. അതിനുശേഷം ഇവിടെ ലെറ്റ്സ് ഗോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് അതേപോലെ തന്നെ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ സ്കാൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മൊബൈലിലുള്ള സ്കാൻ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ നിന്നും സ്കാൻ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സ്കാൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇനി ഞാൻ എൻ്റെ മൊബൈൽ ഉപയോഗിച്ച് ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ പോവുകയാണ്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മൊബൈലിലും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിലും രണ്ട് വിൻഡോകളും മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്ന വെബ്സൈറ്റിൽ ഇവിടെ രണ്ട് ഓപ്ഷനുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നിന്നും ഡ്രാഗ് ചെയ്ത് ഒരു ഫയല് ഇവിടേക്ക് ഇടുകയാണ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, ഞാൻ ഇവിടെ നിന്നും 1-2 ഫയലുകൾ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടുകയാണ്. നോക്കുക, ഞാൻ ഇടുന്ന ഓരോ ഫയലുകളും ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം മറ്റൊരു ഫയൽ കൂടി ഡ്രാഗ് ചെയ്തിടുകയാണ്. നോക്കുക, ഇവിടെ ആ ഫയലും ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും ഫയലുകൾ pushbullet.com എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടപ്പോൾ തന്നെ എൻ്റെ മൊബൈലിലും അത് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയും ചെയ്യാനുള്ളത്, മൊബൈലിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ആഡ് പിക്ചർ ടു മൈ ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ എനേബിൾ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഫയലുകൾ നിങ്ങളുടെ ഗാലറിയിൽ വരുന്നതാണ്. നിങ്ങൾ എനേബിൾ ആക്കിയിടുകയാണെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്ന ഫയലുകൾ കാണാൻ സാധിക്കത്തില്ല. അതേപോലെ തന്നെ പുട്ട് മ്യൂസിക് ഇൻ ആൻഡ്രോയിഡ് മ്യൂസിക് ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതും എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫയലുകൾ മൊബൈലിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനിയും ചെയ്യാനുള്ളത്, ഇവിടെ മുകളിലായി ഡൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടറിലുള്ള നമ്മൾ സെലക്ട് ചെയ്ത ഫയലുകൾ നമ്മളുടെ മൊബൈലിൽ വരുന്നതാണ്. ഞാനിവിടെ ഡൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും അതേപോലെ മൊബൈലിൽ നിന്നും മുമ്പുണ്ടായിരുന്ന ആ സ്ക്രീൻ മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഞാൻ മൊബൈൽ ഒന്ന് ബാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം എൻ്റെ ഗാലറി ഓപ്പൺ ആക്കി നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഷെയർ ചെയ്ത ഫയല് എൻ്റെ ഗാലറിയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗാലറിയിൽ പോർട്ടൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. അതിലായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്ന ഫയലുകൾ എല്ലാം തന്നെ വരുന്നത്. ഇവിടെ നോക്കുക, ഞാനിപ്പോൾ അയച്ച 3 ഫോട്ടോകളും ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപയോഗിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും വീഡിയോകളും അതേപോലെ മ്യൂസിക് ഫയലുകളും ഫോട്ടോകളും ഒക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇതിനുവേണ്ടി നിങ്ങൾക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡേറ്റ കേബിൾ ഉപയോഗിക്കുകയോ മെമ്മറി കാർഡ് റിമൂവ് ചെയ്ത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വൈഫൈ ഉപയോഗിച്ച്
നിങ്ങൾക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഉപയോഗിക്കുന്നത് ഒരേ വൈഫൈ തന്നെ ആയിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്ന ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പേജിൽ എത്താൻ സാധിക്കും. അതിനുശേഷം ലൈക്ക് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ പേജ് ലൈക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാ വീഡിയോകളും കാണുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോകൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇതിലും നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.